ഹായ് ഫ്രണ്ട്സ്, ഇന്ന് രാഹുലേട്ടന് ഓഫ് ഡേ ആയ കാരണം ഞങ്ങൾ ദങ്കിക്ക് പോവുകയാണ്. ഇബ്രീന്ന് ദങ്കിക്ക് നമ്മൾ പോകണത്. അപ്പോൾ നമ്മളൊരു പവർ സ്റ്റേഷൻ ആദ്യം പാസ് ചെയ്തിട്ട് പിന്നെ നമ്മൾ കോടതിയാണ് കാണുന്നത്. ഇവിടുത്തെ കോടതി അത്ര ആക്റ്റീവൊന്നുമില്ല. ഇവിടെ അത്ര ക്രിമിനൽ കേസുകളും അത്രയൊന്നും ഇവിടെ ഇല്ല. എന്താ വെച്ചാൽ ഇവിടുത്തെ ജനങ്ങളെല്ലാം നിയമത്തിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. ഇത് യൂണിവേഴ്സിറ്റി ഓഫ് അപ്ലൈഡ് സയൻസ് ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജാണ് ഇബ്രിയിൽ. ഇത് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള എഞ്ചിനീയറിംഗ് കോളേജാണ്. ദരീസ്, ദങ്ക്, യങ്കൽ, ഇബ്രി എന്നുള്ള എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ് എല്ലാം ഇവിടെ വന്ന് പഠിക്കുന്നുണ്ട്. അതിൻ്റെ അടുത്ത് തന്നെയാണ് ഇബ്രി സ്പോർട്സ് കോംപ്ലക്സ് ഉണ്ട്. അതും വലിയ ഒരു ഏക്കർ കണക്കിന് സ്ഥലത്ത് വരുന്ന ഒരു ബിൽഡിംഗ് കോംപ്ലക്സ് ആണ്. സ്പോർട്സിൻ്റെ ഫേമസ് ആയിട്ടുള്ള മത്സരങ്ങളെല്ലാം അവിടെ ഉണ്ടാവാറുണ്ട്. അവിടെ ഫ്രണ്ടിൽ നിറയെ പൂക്കളൊക്കെ വളർത്തിയിട്ടുണ്ട്. അവിടെ പോയിട്ട് ഞങ്ങൾ ഫോട്ടോസൊക്കെ എടുക്കാറുള്ളൊരു ഏരിയ ആണ് കേട്ടോ ഇത്. വാക്കിങ്ങിനൊക്കെ എൻ്റെ ഫ്രണ്ടിൽ കൂടെ റോഡ് അങ്ങനെ പോകുന്നുണ്ട്. ഇവിടെ എഞ്ചിനീയറിംഗ് കോളേജിൻ്റെ നേരെ ഓപ്പോസിറ്റ് തന്നെയാണ് ഇപ്പോഴത്തെ ഗവൺമെൻറ് ഹോസ്പിറ്റൽ വരണത്. പിന്നെ ഒരു 10 മിനിറ്റ് അകലത്തിൽ തന്നെയാണ് ഇവിടുത്തെ പോലീസ് സ്റ്റേഷൻ വരണത്. നമ്മുടെ വിസ പ്രോസസ്സിൻ്റെ കാര്യങ്ങൾക്കായിട്ട് അവിടേക്ക് പോയിട്ടുണ്ടായിരുന്നു. ലൈസൻസിൻ്റെ കാര്യങ്ങൾക്കൊക്കെ പോകേണ്ടത് പോലീസ് സ്റ്റേഷനിലാണ് തന്നെയാണ് ഇവിടെ. പിന്നെ ഇബ്രിന്ന് അരമണിക്കൂർ ദൂരമുണ്ട് ദങ്കിക്ക്. അവിടെ അൽസഫ, അതുപോലെ മക്ക ഷോപ്പിംഗ് സെൻറ്ററുകൾക്കൊക്കെ ഞങ്ങൾ പോവാറുണ്ട്. പിന്നെ വൈകിട്ട് പാർക്കിൽ പോയി കളിക്കുക ചെയ്യാറ്. പാർക്കിൽ പോയിട്ട് കുറേ നേരം അവൾ കളിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ ഒരുവിധം എല്ലാറ്റിലും കയറാനിപ്പോൾ ശീലമായി ഉണ്ട് ആൾക്ക്. അവിടെ നിന്ന് തിരിച്ചു പോവാന്ന് പറഞ്ഞാൽ ഇപ്പോൾ അവൾക്ക് ഭയങ്കര സങ്കടമുള്ള കാര്യമാണ്. അവളുടെ ആ കുഞ്ഞു ലോകത്ത് അവൾ തനിച്ച് കുറേ നേരം കളിച്ചു. ഇപ്പോൾ കൂട്ടുകാരൊക്കെ ആവാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓരോരുത്തരടുത്ത് മിണ്ടിയിട്ടും അതുപോലെ കുട്ടികളുടെ കൂടെ കുറച്ച് നേരം നിന്ന് ഇങ്ങനെ കമ്പനിയായിട്ടൊക്കെ ഇപ്പോൾ കളിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം അങ്ങനെ വീട്ടിൽ വന്നാലും കൂട്ടുകാർ വേണം കളിക്കാൻ, അങ്ങനെയൊക്കെയുള്ള പരാതികളൊക്കെ ഇപ്പം ഉണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് കളിക്കാൻ ബോറടി ചില ടൈമുകളിലുണ്ട്. ചിലപ്പോൾ പുതിയ സ്ഥലങ്ങളിൽ പോയാൽ പുതിയ റൈഡൊക്കെ ഓരോന്ന് കയറാനൊക്കെ ഇപ്പോൾ ഇഷ്ടമാണ്. അങ്ങനെ കുറച്ച് നേരം അവിടെ കളിച്ച് പോവാന്ന് പറഞ്ഞപ്പോൾ വരണമൊന്നുമില്ല. പിന്നെ വാ പോവാ, നമുക്ക് ഫുഡൊക്കെ കഴിക്കണ്ടേ എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ വിളിക്കുക ചെയ്ത. ആ ഒരു ഏരിയയിൽ കുറച്ച് ഇവിടുത്തെ കോഫി അങ്ങനത്തെ ഏരിയകളാണ്. ഇവിടുത്തെ സ്പെഷ്യാലിറ്റി കോഫികളുടെ സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാനുള്ള ഒരു ഏരിയ ആയിരുന്നു. ഈ പാർക്കിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ദങ്ക് മോസ്കൊക്കെ വരണത്. പിന്നെ ഇത് ശരിക്കും ടൗണിൻ്റെ നടുവിലാണ്. ടൗണിൻ്റെ നടുവിലാണെങ്കിലും ഇവിടെ ഒരു ബഹളമോ ഒന്നുമില്ല. കുറേ പച്ചപ്പും കുറേ സമാധാനപ്രിയരായ കുറച്ച് ഒമാനികളും. നല്ലൊരു ഈവനിങ് ആയിരുന്നു. ബായ്.